നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പാരമ്പര്യമായിട്ടുള്ള ഈ ഒരു രോഗമാണ് ഷുഗർ അല്ലെങ്കിൽ PCOD, ഫാറ്റി ലിവർ, ക്യാൻസർ, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരമ്പര്യം എന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പാരമ്പര്യത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ജെനറ്റിക്സ് ആണ്. ഈ ജെനറ്റിക്സ് നമ്മുടെ ശരീരത്തിൽ എക്സ്പ്രസ് ആവണമെങ്കിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ യോജിച്ചാൽ മാത്രമാണ്. ജെനറ്റിക്സ് ഒരു വിത്താണെന്ന് വിചാരിക്കുക. ആ വിത്തിനുള്ളിലുള്ള ഒരു ചെടി മുളക്കണമെങ്കിൽ ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന സൺലൈറ്റ് അല്ലെങ്കിൽ നല്ല മണ്ണ് അല്ലെങ്കിൽ നല്ല വെള്ളം ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമാണ് ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിത്ത് മുളക്കുകയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന രോഗങ്ങളും. നമ്മുടെ എക്സസൈസ്, നമ്മുടെ ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആകുന്ന ഒരു കാര്യമാണ് എപ്പിജെനറ്റിക്സ്. അപ്പൊ നമ്മുടെ എപ്പിജെനറ്റിക്സ് വളരെ നല്ലതാണ്. ഈ ജെനറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയില്ല. അതിന്റെ 80% കൺട്രോൾ ചെയ്യുന്നത് ഫുഡാണ്. തീർച്ചയായും ഇതൊന്ന് മനസ്സിൽ വെക്കാം.